പക്ഷെ സിനിമയിൽ മമിത വന്നു കഴിഞ്ഞപ്പം ഞാൻ ഹാപ്പിയായി. അതായത് എനിക്ക് സിനിമയിൽ ഈ സിനിമ കാണാൻ എനിക്കുള്ള ഒരേ ഒരു പ്രചോദനം മമിത ബൈജുവായിരുന്നു. അതായത് ഞാനപ്പം പടം കഴിഞ്ഞ് കഴിഞ്ഞ് പുള്ളിയോട് പറയുകയും ചെയ്ത്, ചേട്ടാ ചിലപ്പം മമിത നിങ്ങളെ ഉറപ്പിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാനുള്ള ഒരു റീസണായിട്ട് വേണമെങ്കിൽ മമിത എടുക്കാം. കാരണം ഈ പുള്ളിക്കാരുടെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിഞ്ചിൻ്റെ ക്യൂട്ട്നെസ്സിൻ്റെ നടുവിലൊരു ലൈൻ വരച്ചിരിക്കാം. ഇതിലിങ്ങനെ നടക്കുക, ഇത് മറ്റേ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഇടയ്ക്ക് വീഴുന്നുണ്ട്. അതെ പറയാം. അത് പക്ഷെ അത് എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആ മറ്റേ എല്ലാം താണ്ടി പോകുന്നില്ല എന്നുള്ള ഒരു സംഭവം. ഈ സാധനത്തിന്റെ പുള്ളിക്കാരത്തിന്റെ ആക്ടിങ്ങിനൊക്കെ എന്റെ മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പോർഷൻസിലെ റൈറ്റിങ്ങും ഡബിങ് തുടക്കത്തിൽ ഒരു ട്രാക്ക് ഒരു വഴിക്ക് പോകുന്നു, വിഷ്വൽ വേറെ വഴിക്ക് പോകുന്നു. അതെ, ഡബിങ് കുറെ സ്ഥലത്ത് ഇതിന്റെ പുറത്ത്. അപ്പം ഇനിഷ്യലി ഇവർ അഭിനയിപ്പിച്ച് വെച്ചേക്കുന്ന ഈ പറയുന്ന ലൈനിൽ കൂടെ നടക്കുമല്ലേ, അതിന്റെ പുറത്ത് ഡബിങ്ങിലും അത് പിടിക്കണമല്ലോ. അതിന്റെ ഒരു മിസ്മാച്ച് ഒക്കെയാണ് എനിക്ക്. പക്ഷെ അത് നമ്മൾ അതിനെ പറ്റി ഈ സിനിമയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന ഫിലിം മേക്കിംഗ് പരിപാടിയൊക്കെ നമ്മൾ അത് മാറ്റി വെച്ചിട്ട് എല്ലാം അൺലേൺ ചെയ്തിട്ട് കാണേണ്ട സിനിമയാണ് ഏത്. എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ ഈ സ്റ്റാർ പ്ലസിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഹിന്ദി സീരിയലുണ്ട്, അതായത് ഭയങ്കര ഒരു മുട്ടൻ കോടീശ്വരൻ, നമുക്ക് അപ്രോച്ചബിൾ അല്ലാത്ത കുറെ കഥാപാത്രങ്ങളുടെ പ്രശ്നങ്ങളും അവരുടെ കഥയും കാര്യങ്ങളൊക്കെയാണ്